ആരാണ് ഭാഗ്യവാനെന്നും അവന് ലഭിക്കുന്ന ഗുണങ്ങളും അവനിൽ കൂടി പ്രതിഫലിക്കുന്ന അനുഗ്രഹങ്ങളുമാണ് 112 സങ്കീർത്തനത്തില് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആരാണ് ഭാഗ്യവാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തനം ആരംഭിക്കുന്നു. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് ഭാഗ്യവാൻ. 112 സങ്കീർത്തനം അതിന്റെ 1-ാമത് വചനം. രണ്ട് കാര്യങ്ങൾ ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന്, ദൈവത്തെ ഭയപ്പെടുക. രണ്ട്, അവന്റെ കൽപ്പനകളെ പാലിക്കുക. ഇങ്ങനെയുള്ളവർക്ക് കുടുംബത്തിൽ അനുഗ്രഹം ലഭിക്കുന്നു. അവർ ആവശ്യക്കാരുടെ സഹായിയായി മാറുന്നു. ദൈവത്തെ ഭയപ്പെടുകയും അവന്റെ കൽപ്പനകൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തെന്ന് 112 സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നു. ഒന്ന്, അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. രണ്ട്, അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. 3, ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും. 4, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. 5, നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു. 6, അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു. യഹോവ ഭക്തന്റെ ഭാഗ്യാവസ്ഥയും അവന്റെ കുടുംബത്തിന് വന്നു ചേരുന്ന അനുഗ്രഹവും നാം ഇവിടെ കാണുന്നു. യഹോവയെ ഭയപ്പെടുകയും അവന്റെ കൽപ്പനകളിൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഭാഗ്യവാൻ ആവശ്യക്കാർക്ക് സഹായിയായി മാറുന്നു എന്നും അവന്റെ ഭദ്രതയും സ്ഥിരതയും ദൈവത്തിൽ നിന്ന് വരുന്നുവെന്നും ഈ സങ്കീർത്തനം 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. അവൻ കൃപ തോന്നി വായ്പ കൊടുക്കുകയും ദരിദ്രന്മാർക്ക് വാരി വിതറി കൊടുക്കുകയും ചെയ്യുന്നു. ഒരു അപവാദവും ദുർവർത്തമാനവും അവനെ തളർത്തുകയില്ല. അവൻ യഹോവയിൽ ആശ്രയിച്ച് എന്നും ഉറച്ചിരിക്കുന്നു. നീതിമാന്റെയും ദുഷ്ടന്റെയും അന്ത്യത്തെക്കുറിച്ച് പറഞ്ഞ് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവന്റെ കൊമ്പ് ബഹുമാനത്തോടെയും ഉയർന്നിരിക്കും. ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും. അവൻ പല്ലുകടിച്ച് ഉരുകിപ്പോകും. ദുഷ്ടന്റെ ആശ നശിച്ചു പോകുമെന്ന് അതിന്റെ 9-10 വചനങ്ങൾ നാം വായിക്കുന്നു. നമ്മുടെ നന്മയിൽ അസൂയ തോന്നുന്ന ദുഷ്ടൻ നശിച്ചു പോകും എന്ന് വചനം പറയുന്നു. നമുക്കെതിരെ പല വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉയരാം. വെല്ലുവിളികൾ പലതും നേരിടാനും ഉണ്ടാകും. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് മുന്നോട്ട് നമുക്ക് പോകാം. ദൈവം തരുന്ന ഭാഗ്യാവസ്ഥകൾ അനുഭവിക്കാം. മറ്റുള്ളവർക്ക് വെളിച്ചമായി ജീവിതത്തെ പ്രശോഭ സുന്ദരമാക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.